ഇന്ത്യയിലേക്കുള്ള നിയുക്ത യു.എസ്. സ്ഥാനപതി സെർജിയോ ഗോറുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹത്തിന്റെ കാലയളവിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാകുമെന്ന് മോദി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രി മോദിയുമായി നടന്നത് അവിശ്വസനീയമായ കൂടിക്കാഴ്ചയെന്നാണ് ഗോർ പറഞ്ഞത്. ഇന്ത്യയിലേക്കുള്ള നിയുക്ത യു.എസ്. സ്ഥാനപതി സെർജിയോ ഗോറിനെ സ്വീകരിക്കുന്നതിൽ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്റെ കാലയളവ് ഇന്ത്യയും യു.എസും തമ്മിലുള്ള സമഗ്രവും ആഗോളവും തന്ത്രപരവുമായ പങ്കാളിത്തത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പുതിയ യു.എസ്. സ്ഥാനപതിയെ ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ഗോർ സമ്മാനമായി നൽകിയ ട്രംപിനൊപ്പമുള്ള ചിത്രവും അദ്ദേഹം എക്സിൽ പങ്കുവച്ചു. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ യു.എസ്. സ്ഥാനപതിയും യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും അടുത്ത സഹായിയുമാണ് 38-കാരനായ സെർജിയോ ഗോർ. മാനേജ്മെന്റ് ആൻഡ് റിസോഴ്സസ് ഡെപ്യൂട്ടി സെക്രട്ടറി മൈക്കിൾ ജെ റിഗാസിനൊപ്പമാണ് ഗോർ ഇന്ത്യ സന്ദർശിക്കുന്നത്. 6 ദിവസത്തെ പര്യടനത്തിൽ മുതിർന്ന ഇന്ത്യൻ ഉദ്യോഗസ്ഥരുമായി ഗോർ കൂടിക്കാഴ്ച നടത്തും. മോദിയെ മഹാനും ഏറ്റവും അടുപ്പമുള്ള സുഹൃത്തായുമായാണ് ട്രംപ് കണക്കാക്കുന്നതെന്ന് ഗോർ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അവിശ്വസനീയമായ ഒരു കൂടിക്കാഴ്ച നടത്താൻ എനിക്കായി. ഞങ്ങൾ വ്യാപാരം, സുപ്രധാന ധാതുക്കൾ, പ്രതിരോധം എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്തു. ഇന്ത്യയുടെ അടുത്ത അംബാസഡറായി സെനറ്റ് അദ്ദേഹത്തിന്റെ നിയമനം സ്ഥിരീകരിച്ചതിന് ശേഷമുള്ള ആദ്യ പ്രതികരണത്തിൽ യു.എസ്. സ്ഥാനപതി പറഞ്ഞത് ഇങ്ങനെയാണ്: യു.എസും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വീണ്ടും ശക്തിപ്പെടുത്തുന്നതിന് ഇരുപക്ഷവും നൽകുന്ന പ്രാധാന്യമാണ് ഈ പ്രസ്താവന അടിവരയിടുന്നതെന്ന് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഈ സന്ദർശനം പരസ്പര ബഹുമാനവും ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള പങ്കാളിത്ത പ്രതിബദ്ധതയും പ്രതിഫലിപ്പിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ കയറ്റുമതിക്ക് മേൽ ട്രംപ് 50% തീരുവ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ഇന്ത്യ-യു.എസ്. ബന്ധത്തിൽ നിലനിൽക്കുന്ന പിരിമുറുക്കങ്ങൾക്കിടയിലും നിയുക്ത യു.എസ്. സ്ഥാനപതി സെർജിയോ ഗോർ വരും ദിവസങ്ങളെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് വിദേശകാര്യമന്ത്രി എസ്. ജയശങ്കറുമായും ഗോർ ചർച്ചകൾ നടത്തിയിരുന്നു. പുതിയ ട്രംപ് ഭരണകൂടത്തിലെ 4000-ലധികം തസ്തികകളുടെ പരിശോധനാ ചുമതലയുണ്ടായിരുന്ന വൈറ്റ് ഹൌസ് പ്രസിഡൻഷ്യൽ പേഴ്സൺ ഓഫീസിന്റെ ഡയറക്ടറായിരുന്നു അദ്ദേഹം. ദക്ഷിണ മധ്യേഷ്യൻ കാര്യങ്ങൾക്കായുള്ള പ്രത്യേക ദൂതനായും ഗോർ പ്രവർത്തിക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.